ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽ സർക്യൂട്ട്. ഇന്നലെ മുഴുവൻ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് ഷട്ട് ഡൗൺ ആയിരുന്നു. സെർവേഴ്സ് എല്ലാം തന്നെ ക്രാഷ്ഡ് ആയിരുന്നു. ഇന്നലെ അവർ കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ ഈവനിംഗ് ആണ് നമുക്ക് ഹാംസ്റ്റർ കോമ്പാറ്റ് തിരിച്ച് ഓൺലൈനായി വന്നത്. ഇപ്പോഴും ഓപ്പൺ ആക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലേ ബട്ടൺ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് വന്ന റിപ്ലൈ മെസ്സേജ് യൂസ് ചെയ്യാതിരുന്നാൽ മതി. പ്ലേ ബട്ടൺ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ കയറാൻ പറ്റും. ഇന്നലെ സെർവർ ക്രാഷ് വരാൻ കാരണം ഹാംസ്റ്റർ കോമ്പാറ്റ് വലിയ രീതിയിലുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വിചാരിച്ചാൽ കുറേ പേര് അവരുടെ ഫോണിൽ 5-6 അക്കൗണ്ടും അതുപോലെ തന്നെ ക്ലോൺ ആപ്പ്, ഇപ്പോൾ നമ്മുടെ നോർമൽ ടെലഗ്രാമിലൊരു അക്കൗണ്ട്, ടെലഗ്രാം എക്സിലൊരു അക്കൗണ്ട്, ടെലഗ്രാം പ്ലസ് മെസ്സഞ്ചറിലൊരു അക്കൗണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം അക്കൗണ്ട്സ് എടുത്ത് കളയാൻ നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ചീറ്റ് ചെയ്യുന്ന അക്കൗണ്ട്സ് മാത്രമല്ല, നിങ്ങൾക്ക് റിയൽ ആയിട്ടൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതും ഒരു ഡിവൈസിൽ എത്ര അക്കൗണ്ട് ഉണ്ടോ അത്ര അക്കൗണ്ട്സാണ് ബാൻ ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കൃത്യസമയത്ത് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലായിരിക്കും ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യസമയത്ത് എത്തുക. അതുപോലെ തന്നെ എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് കൃത്യസമയത്ത് അറിയാനായിട്ട് ടെലഗ്രാമിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. എല്ലാവർക്കും കമൻസിൽ റിപ്ലൈ തരിക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ടെലഗ്രാം ചാനലിലാണ് ആദ്യം അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ ന്യൂസുകളും കൃത്യമായിട്ട് അറിയാൻ അവിടെ ജോയിൻ ചെയ്യുക. ഇന്ന് നമ്മളുടെ ഗെയിമിൻ്റെ സെർവർ വർക്കാവുന്നില്ല എന്ന് കുറേ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട്. അത് 2-3 മണിക്കൂർ മുമ്പ് തന്നെ ടെലഗ്രാമിൽ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക എല്ലാ ന്യൂസുകളും അറിയാൻ. ഓക്കെ, എല്ലാവർക്കും കമൻസിൽ ഇൻഡിവിജ്വലി റിപ്ലൈ തരൽ ഒരാളെ കൊണ്ട് നടക്കില്ല, നിങ്ങൾക്ക് ആലോചിച്ചറിയാലോ. ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചീറ്റിംഗ് ചെയ്ത എല്ലാവരുടെ അക്കൗണ്ട് ബാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരേ ഡിവൈസിൽ 5-6 അക്കൗണ്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് എല്ലാവരുടെ അക്കൗണ്ട് മാക്സിമം ബാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുപോലെ ഒരു ഡിവൈസിൽ നിന്ന് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ബാൻ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഒഴിവാക്കാൻ നോക്കാം. അതിനു മുമ്പ് തന്നെ ആരുടെയൊക്കെ അക്കൗണ്ടാണ് ബാൻ ആവുന്നത് പറഞ്ഞുതരാം. ആദ്യത്തെ കേസ് നോക്കുകയാണെങ്കിൽ റെഫറൽ ചീറ്റിംഗ് ചെയ്തവരാണ് ബാൻ ആയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് റെഫറൽ ചീറ്റിംഗ് എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്നും നിങ്ങൾ തന്നെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് വേറൊരു അക്കൗണ്ട് വഴി കയറി. എന്ന് വെച്ചാൽ നമ്മുടെ ടെലഗ്രാമിൽ തന്നെ 2-3 അക്കൗണ്ടൊക്കെ ലോഗിൻ ചെയ്യാൻ പറ്റുമല്ലോ ഒരു ടെലഗ്രാമിൻ്റെ ആപ്പ് തന്നെ. അങ്ങനെ റെഫറൽ കംപ്ലീറ്റ് ആക്കാൻ നോക്കിയവരുടെ അക്കൗണ്ട്സ് എല്ലാം നിങ്ങൾ റെഫറൽ കംപ്ലീറ്റ് ആക്കാൻ നോക്കിയതും മെയിൻ അക്കൗണ്ടും ആ ഫോണിൽ എത്ര അക്കൗണ്ട് ഉണ്ടോ അത്ര അക്കൗണ്ടുകളും ബാൻ ആവുന്നുണ്ട്. രണ്ടാമത്തെ കേസ് നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു മൊബൈൽ ഫോണിൽ നിന്ന് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് യൂസ് ചെയ്തവരുടെ എല്ലാ അക്കൗണ്ടുകളും ആ ഫോണിൽ ലിങ്ക്ഡ് ആയിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളും ബാൻ ആവുന്നുണ്ട്. പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ നോർമൽ ടെലഗ്രാമിൽ 1, ടെലഗ്രാം എക്സിൽ 1, പ്ലസ് മെസ്സഞ്ചറിൽ 1, അങ്ങനെയൊക്കെ വേറെ ആപ്പിൻ്റെ ഉള്ളിൽ നിന്ന് അക്കൗണ്ട് എടുത്താൽ ഒരു പ്രശ്നമില്ല, 100% സേഫ് ആണെന്ന് വിചാരിക്കുന്നവരുണ്ട്. അത് 100% തെറ്റാണ്. കാരണം നിങ്ങൾ ഏത് ആപ്പ് യൂസ് ചെയ്താലും നിങ്ങളുടെ കണക്ഷൻ പോകുന്നത് ഇന്റർനെറ്റിലേക്ക്, നിങ്ങളുടെ കണക്ഷൻ ഹാംസ്റ്റർ കോമ്പാറ്റിന്റെ സെർവറിലേക്ക് പോകുന്നത് സെയിം IP അഡ്രസ് വെച്ചിട്ടാണ്. നിങ്ങളുടെ ഫോണിനെ ഹാംസ്റ്റർ കോമ്പാറ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത് IP അഡ്രസ് യൂസ് ചെയ്തിട്ടാണ്. ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഫോണിൽ ഏതൊക്കെ ആപ്പുകൾ ഉണ്ടോ എല്ലാം നിങ്ങളുടെ ഫോണിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് IP അഡ്രസ്സും IMEI നമ്പർ വെച്ചിട്ടാണ്. IP അഡ്രസ് ആക്സസ് കിട്ടുന്ന ഒരു പ്രൈവസി പ്രോബ്ലം ഒന്നല്ല. നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ ആപ്പുകൾക്കും IP അഡ്രസ് ഇല്ലാതെ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇന്റർനെറ്റിലേക്ക് കണക്ഷൻ പോകുന്ന എല്ലാ ആപ്പുകൾക്കും എല്ലാ വെബ്സൈറ്റുകൾക്കും നമ്മളുടെ IP അഡ്രസ് ഉണ്ടാവും. നമ്മുടെ ഫോണിന്റെ IP അഡ്രസ് കിട്ടും. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ ഈസിയാണ്. നിങ്ങൾ ടെലഗ്രാം X ആണെങ്കിലോ ടെലഗ്രാം Y ആണെങ്കിലോ എന്ത് ടെലഗ്രാം ആണെങ്കിലും ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ നിങ്ങളുടെ ആ മൊബൈൽ ഫോണിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഉറപ്പായിട്ടും ബാൻ ആവും. ഇനി എത്ര അക്കൗണ്ടുകളാണെങ്കിലും ശരി, എത്ര ആപ്പുകളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിലും ശരി, ഒരു ഫോണിൽ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് അക്കൗണ്ട് ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ അക്കൗണ്ടുകളും ബാൻ ആവും. മൂന്നാമത്തെ സെഗ്മെന്റ് ഓഫ് ആൾക്കാർ ബാൻ ആവുന്നത് ഓട്ടോ ടാപ്പിംഗ് ബോർഡ്സും അതുപോലെ സോഫ്റ്റ്വെയറുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ്. ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വലിയൊരു സംശയം വന്നിട്ടുണ്ടാവും, സെയിം വൈഫൈ യൂസ് ചെയ്യുന്ന എല്ലാവരുടെ അക്കൗണ്ട് ബാൻ ആവുമെന്ന്. ഒരിക്കലും ഇല്ല. നിങ്ങളുടെ വൈഫൈയിൽ നിന്നും റൗട്ടറിൽ നിന്നും പോകുന്നത് പബ്ലിക് IP ആണ്. നിങ്ങളുടെ ഓരോ ഡിവൈസുകളും ഇപ്പോൾ 2 ഫോൺ നിങ്ങൾക്കുണ്ട്. ആ 2 ഫോണിൽ നിന്ന് നിങ്ങൾ 2 ഹാംസ്റ്റർ അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഒരു ഡിവൈസിൽ ഒരു അക്കൗണ്ടേ ആക്റ്റീവ് ഉണ്ടാകാൻ പാടുള്ളൂ എന്നൊരു നിയമം മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങളുടെ 2 ഫോണുകൾക്കും 2 പ്രൈവറ്റ് IP അഡ്രസ്സാണ്. 2നെ വേർതിരിച്ചിട്ടാണ് കണക്ഷൻ പോവുക. ഒരു വൈഫൈയിലേക്ക് എത്ര ഡിവൈസ് വേണമെങ്കിലും കണക്ട് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 100% സേഫാണ്. ഒരു വൈഫൈയിൽ തന്നെ 2-3 ആൾക്കാരോ അല്ലെങ്കിൽ 2-3 ഫോണുകൾ ഉണ്ടെന്ന് വെച്ചിട്ട് ഒരിക്കലും ബാൻ ആവില്ല. അത് 100% സേഫ് തന്നെയാണ്. ഇന്നലെ തന്നെ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ ടെലഗ്രാമിലും മെയിൽസിലും കമൻസിലും ഒക്കെ എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാർ മെസ്സേജ് അയച്ചു, ഞങ്ങളുടെ അക്കൗണ്ട് ബാനായി, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അൺബാൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. നിലവിൽ നിങ്ങൾക്ക് അൺബാൻ ചെയ്യാനുള്ള ഒരു വഴിയുമില്ല. നിങ്ങൾ ചീറ്റിംഗ് ചെയ്തു, നിങ്ങളുടെ അക്കൗണ്ട് ബാൻ ചെയ്തു. അക്കൗണ്ട്സ് ബാൻ ആക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്, വളരെ നല്ലൊരു സൂചനയുമാണ്. കാരണം നോട്ട് കോയിൻ ഒക്കെ ലിസ്റ്റ് ആവുന്നതിന് തൊട്ട് മുൻപാണ് അവരുടെ 20% അക്കൗണ്ട്സും അവർ ബാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ബോട്ട് യൂസേഴ്സിനും ഫേക്ക് യൂസേഴ്സിനും സ്കാമേഴ്സിനും ഒക്കെ തന്നെ ബാൻ ആക്കി. ഹാംസ്റ്റർ കോമ്പാറ്റ് ഇപ്പോൾ ബാൻ ചെയ്യുന്നതിൻ്റെ കാരണം ലിസ്റ്റിംഗ് അടുത്ത് തന്നെ വരാനുണ്ട് എന്നുള്ളതിനൊരു സൂചനയാണ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ ജെനുവിനായിട്ട് മൈൻ ചെയ്യുന്നവർക്ക് കുറച്ച് എയർ ഡ്രോപ്പും ചീറ്റിംഗ് ചെയ്യുന്നവർക്ക് കുറേ എയർ ഡ്രോപ്പും എന്നൊരു സംഭവം വരാൻ പാടില്ല എന്ന് ഹാംസ്റ്റർ കോമ്പാറ്റിനും അതുപോലെ തന്നെ എല്ലാ മൈനിങ് പ്രൊജക്റ്റുകൾക്കും നിർബന്ധമാണ്. ജെനുവിനായിട്ട് മൈൻ ചെയ്ത ഒരാൾക്കും ചീറ്റിംഗ് ചെയ്ത ആളെക്കാട്ടും കുറഞ്ഞ ഒരു എയർ ഡ്രോപ്പ് ആയി പോകരുത്. അതുകൊണ്ട് തന്നെ ചീറ്റേഴ്സിനെല്ലാം തന്നെ ബാൻ ചെയ്യുന്ന വളരെ നല്ല കാര്യമാണ്. ജെനുവിനായിട്ട് എയർ ഡ്രോപ്പ് ഫാമിംഗ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഏണിങ്സ് കിട്ടണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ ജെനുവിനായിട്ട് ചെയ്തവരൊന്നും പേടിക്കാനില്ല, നിങ്ങളുടെ അക്കൗണ്ടൊന്നും ബാൻ ആവില്ല. ഇനി നിങ്ങൾ ഇതിനു മുമ്പ് റെഫറൽ കംപ്ലീറ്റ് ആക്കാൻ
ആക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളുടെ വേറെ ആരുടെയെങ്കിലും അക്കൗണ്ട്സ് നിങ്ങളുടെ ഫോണിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ആക്കാൻ നോക്കാം. ഇതുവരെ നിങ്ങൾക്ക് ബാൻ ആയിട്ടില്ല എന്ന് വിചാരിച്ച് ഇനി ബാൻ ആവുമോ എന്ന് സംശയം വേണ്ട. ഉറപ്പായിട്ടും ഇനിയും ബാൻ ആവും. അവരുടെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഇതുവരെ ബാൻ ആയിട്ടില്ല, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ചെയ്യാതിരിക്കുക ഒരു ചീറ്റിങ്ങും. അതുപോലെ തന്നെ 2-3 അക്കൗണ്ട്സ് ഒരു ഫോണിൽ ആക്റ്റീവ് ആണെങ്കിൽ അതെങ്ങനെ കളയാം എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് നോക്കാം. ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ മെയിൻ പേജിൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ് ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിലീറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന 3ാമത്തെ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡിലീറ്റ് അക്കൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട്സ് എല്ലാം തന്നെ ഡിലീറ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതൊഴികെ ബാക്കി നിങ്ങളുടെ ഫോണിൽ ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാ ഹാംസ്റ്റർ കോമ്പാറ്റ് അക്കൗണ്ടുകളും ഇപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, എങ്കിലും നിങ്ങളുടെ അക്കൗണ്ട് 100% സേഫ് ആണെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും നിങ്ങളുടെ ബാൻ ആവാനുള്ള സാധ്യത 99% നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നിങ്ങളിങ്ങനെ എന്തെങ്കിലും ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചീറ്റ് ചെയ്ത അക്കൗണ്ട്സ് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് ഇനി ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അല്ലാതെ ചീറ്റിംഗ് ചെയ്ത ഒരാൾക്കും പൈസ ഉണ്ടാക്കാമെന്ന് ആരും കരുതണ്ട. നിങ്ങൾ ചീറ്റിംഗ് ചെയ്തിട്ട് ഒരാൾക്കും എയർ ഡ്രോപ്പ് കിട്ടാൻ പോകുന്നില്ല. അഥവാ ഇനി നിങ്ങളുടെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ അക്കൗണ്ട് ബാൻ ആയി പോയാൽ നിങ്ങൾ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തത് വേസ്റ്റ് ആവും. അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ പ്രൊജക്ട്സ്, ഒന്നിൽ കൂടുതൽ പ്രൊജക്റ്റുകൾ എയർ ഡ്രോപ്പുകൾ ഒരു സമയത്ത് മൈൻ ചെയ്യുക എന്ന് പറയുന്നത്. ഹാംസ്റ്റർ കോമ്പാറ്റ് മൈൻ ചെയ്യേണ്ട എന്ന് ആരും പറയുന്നില്ല. ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇതിനോടൊപ്പം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രൊജക്ട്സും കൂടി ഫോക്കസ് ചെയ്യാം. ഏറ്റവും നല്ല 20 എയർ ഡ്രോപ്പുകളുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 എണ്ണം കാണാം. 20 എണ്ണത്തിലും ജോയിൻ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ടൈം ഉള്ളതുപോലെ ഈക്വലി എല്ലാത്തിലേക്കും കുറച്ച് സമയം കൊടുക്കുക. ഫുൾ ടൈം ഇങ്ങനെ എയർ ഡ്രോപ്പ് ഫാമിങ്ങിലേക്ക് ഇരിക്കരുത്. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കൃത്യസമയത്ത് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുക. അതുപോലെ തന്നെ ഓരോ അപ്ഡേറ്റ്സും കൃത്യസമയത്ത് ന്യൂസുകളും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.